നീ കണ്ട ഞാൻ നോക്കിയില്ല. വാ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഒപ്പീനിയൻ ഡിഫറൻസസ് ഉണ്ടാവും. നമ്മൾ പറയേണ്ട ചില സൈഡിൽ നമുക്ക് പറയേണ്ടി വരും. തെറ്റൊന്നുമില്ലല്ലോ. സോ വാട്ട്, മൂവ് ഓൺ. എന്നെ കുറിച്ചുള്ള മതിപ്പൊന്നും പോയിട്ടില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ ഒരു ആക്ടിവിറ്റി തരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ചോദിക്കാൻ പറ്റാത്ത കാര്യമാണ് ചെയ്തത് നന്നായിട്ട് അറിയാലേ. അതൊക്കെ വിടുക. ഇനി അങ്ങോട്ട് 3 ദിവസം ഉള്ളൂ. അത് 50 പൈസയുടെ ആക്ടിങ്ങിന് ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരുന്ന ഓസ്കാർ അവാർഡ് എടുത്തോ, എന്നിട്ട് അണ്ണാക്കിലേക്ക് തിരിക്കോ. ഞാൻ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്ന നീ പിന്നെ ആരാ? നമുക്ക് മുഖത്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാകത്തിന് ഒരു ബന്ധമില്ല നമ്മൾ തമ്മിൽ ഉണ്ടായാൽ നല്ലത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഇതിൽ കണ്ട് രസിക്കുന്നവരുണ്ടാവും, ഇതാക്കുന്നവരുണ്ടാവും. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? നീ വെറും ഉള്ളേ എടോ, ഇവൻ തനി ഉള്ളേ. അതെ, നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. ഫ്ലാഷ് ബാക്ക്. ഇവിടെ നിക്കണ 26 പേരും അറിയണം. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഞാനെപ്പോഴാ തരാം? നമുക്ക് പുറത്തുള്ള സർട്ടിഫിക്കറ്റ് വേണം. 26 പേരൊന്നും എണ്ണി പറയിക്കണ്ടേ? തത്ത പറയുന്ന പോലെ എണ്ണി പറയിക്കണ്ടോളെ കൊണ്ട്. പക്ഷെ നീ പറഞ്ഞത് അറിയണം അതില, അതിന്റെ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാം പറയും. എനിക്കറിയാം എന്താ ചെയ്യുന്നത്. നമ്മൾ ജഡ്ജ് ചെയ്യുന്ന പോലെ അല്ല അവൻ. എല്ലാം പറഞ്ഞിട്ട് ഞാൻ തീർക്കത്തുള്ളൂ. എല്ലാം പറഞ്ഞു നിങ്ങളത് മാത്രം. ഇവിടെ നിന്ന് ഈ 50 ലക്ഷത്തിന് വേണ്ടിട്ട് ഇവിടെ ആൾക്കാരുടെ ജീവിതം ഒറ്റയ്ക്ക് കാശടിക്കാനുള്ള പരിപാടിയല്ലേ? എന്നോട് വേണ്ടിയില്ലായിരുന്നു. നീ എനിക്കിട്ട് പണിയുമായിരുന്നല്ലടാ. അത് ശരി, നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ? ഈ സകല കുത്തിത്തിരിപ്പിന്റെ ആണിക്കല്ലിവനാ. മാറാക്കോ ഫ്രണ്ട്ഷിപ്പ് പോട്ടെ പുല്ല് ഇവിടെ നിർമ്മ. ഓഹോ, അപ്പൊ ഇത്രയും നാളെന്നെ വഞ്ചിക്കായിരുന്നല്ലേ? വഞ്ചിക്കയോ? ഒന്നും പറയണ്ട. പെയിനാണ്, പക്ഷെ എല്ലാവരും എനിക്ക് എടുക്കാൻ പറ്റും. ചതിച്ചതല്ലേ ബ്രോ, ഒന്ന് ആലോചിച്ച് നോക്ക്. മല്ലേ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.